ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളടുത്ത് ഇന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയത് ഡെക്സ്മണ്ണിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെയാണ്. ഡെക്സ്മണ്ണിൻ്റെ ഭ്രമയുഗമാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അത് ട്രിപ്പിനടക്കാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടിയ ടൈം നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടതാണ് ഗൈസ്. അപ്പോൾ ബസ് നമ്മുടെ തൊട്ട് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്, ഡെക്സ്മണ്ണിൻ്റെ ഭ്രമയുഗം ഗൈസ്. അപ്പോൾ ഇതാണ് ബസ്സും കാര്യത്തിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. മേലെ ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെക്സ്മണ്ണിൻ്റെ എഡിഷൻ നെയിമും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭ്രമയുഗം എന്നുള്ള എഡിഷൻ നെയിമും കാര്യവും ചെയ്തിട്ടുണ്ട്. പിന്നെ TRMൽ നിന്നാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഫ്രണ്ട് ഗ്രാഫിക്സ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മുടെ ഹെക്സഗണിൻ്റെ വണ്ടിയും കാര്യങ്ങളെ പോലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പറും കാര്യങ്ങളൊക്കെ സെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ബസ്സിൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഞാൻ എല്ലാ വീഡിയോ പറയുന്ന പോലെ തന്നെ ഏകദേശം സെയിം ക്യാബിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ സൈഡ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു രക്ഷയില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയുക. സീൻ ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സൈഡ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ. TRMൽ നിന്നാണ് വണ്ടി ഇറക്കിയത്. അപ്പോൾ അതിൻ്റേതായ ഒരു പവറും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. ഇതാണ് ബാക്ക് സൈഡ് ഗൈസ്. ബാക്ക് സൈഡ് ഒരു രക്ഷയില്ലാന്ന് വണ്ടിക്ക് തന്നെ പറയാം. ഫുൾ ആ ഒരു ആനേൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കൊമ്പൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു തലയെടുപ്പോടുള്ളി അങ്ങനെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നേരെ അപ്പുറത്തെ സൈഡ് കണ്ട പോലെ തന്നെ ഇപ്പുറം സെയിം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മേലെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ മേലെ ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ചെയ്തില്ല. TRMൻ്റെ ലോഗോം പിന്നെ ഒരു എന്തോ BS6ൻ്റെ ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നേരെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാ ബസ്സിൻ്റെയും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെയും പറയുന്നത് ഗൈസ്. അപ്പോൾ പുഷ് ബാക്ക് സീറ്റാണ്, BS6 ആണ്, 45 സീറ്റ് ബസ്സാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ മേലെയും എല്ലാ ബസ്സിൻ്റെ പോലെ തന്നെ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. TVയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നെയിം ബോർഡും കാര്യം, പിന്നെ 3 ദൈവത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്യാബിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ റെക്സിനും കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിനും ക്യാബിൻ്റെ ആ ബോഡി സ്ഥലത്തും അവിടെയെല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. റെക്സിനും കാര്യങ്ങളൊക്കെ അതെല്ലാം കിടിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്സ്മണ്ണിൻ്റെ ഭ്രമയുഗത്തിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് ഗൈസ്. ബമ്പറെല്ലാം വന്നതിൻ്റെ ഇപ്പോൾ ഒരു രക്ഷയില്ല തന്നെ വേണമെങ്കിൽ പറയാം. കിടിലായിട്ടുണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ സൈഡ് ഗ്രാഫിക്സും ഒക്കെ വരുന്നത്. ഞാൻ ഒന്നും കൂടി ചുറ്റി കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സൈഡ് ഗ്രാഫിക്സ്, ഇതാണ് ബാക്ക് വരുന്നത്. ഇപ്പോൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും വന്നില്ല തോന്നുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. അപ്പോൾ ഈ വണ്ടി ഒരു ട്രിപ്പിലും കാര്യങ്ങളിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ടൈമിൽ കിട്ടിയതാണ് വണ്ടി. ഫസ്റ്റ് ഓട്ടം അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നേ ഗൈസ്. അപ്പോൾ നമ്പറും കാര്യങ്ങളൊന്നും റിവീലാക്കിയില്ല ഇവർ. അപ്പോൾ ഇതാണ് നമ്മളെ ഡെക്സ്മണ്ണിൻ്റെ ഭ്രമയുഗം. അപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.